ഇവർക്കൊക്കെ ഉയർച്ച, പ്രത്യേകിച്ച് വിവാഹം, സന്താനലാഭം, ധനലാഭം ഇവയുണ്ടാകും. ഫലഭൂയിഷ്ഠമായ ഭൂമി ലഭിക്കുകയോ ഭൂമിയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയോ ചെയ്യും. പ്രവൃത്തികളിൽ അസാമാന്യ ധൈര്യം പ്രകടമാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ, കുടൽ സംബന്ധമായ രോഗങ്ങൾ ഇവയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചികിത്സ വേണം. ചില സന്ദർഭങ്ങളിൽ നിരാശയും നിർഭാഗ്യവും മനസ്സുഖമില്ലായ്മയും നിങ്ങളെ അലട്ടിയേക്കാം. ദോഷങ്ങൾക്ക് പരിഹാരമായി പക്കപ്പിറന്നാൾ തോറും ശിവന് നഷ്ടം വന്ന പദാർത്ഥങ്ങൾ തിരികെ ലഭിക്കുവാനോ അവയെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളുടെ പുനഃസമാഗമം, വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പറ്റിയ സമയം തന്നെയാണ് 2024 മെയ് മാസം 1 മുതൽ 2025 മെയ് മാസം 14 വരെയുള്ള ഒരു വർഷക്കാലം. നമസ്തേ, ഞാൻ വിഷ്ണു. എല്ലാവർക്കും പ്രീസ്റ്റ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കർക്കിടകക്കൂറ്, പുണർദം കാല പൂയം ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് കർമ്മകാരകനായ വ്യാഴം കർമ്മസ്ഥാനത്ത് നിന്ന് ലാഭസ്ഥാനത്തിലേക്ക്, അതായത് 11ാം ഭാവത്തിലൂടെ 2024 മെയ് മാസം 1 മുതൽ 2025 മെയ് മാസം 14 വരെയുള്ള ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന ഫലം. വളരെയധികം ഗുണാനുഭവങ്ങളും ഒട്ടൊക്കെ ദോഷാനുഭവങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു ഫലമാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷം അനുഭവത്തിൽ വരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 11ൽ നിൽക്കുന്ന വ്യാഴം സർവ്വ ആഭിഷ്ടങ്ങളും സാധിച്ചു തരും എന്ന് മാത്രമല്ല, ധനത്തിന് അഭിവൃദ്ധിയും ഉണ്ടാക്കിത്തരുന്നതാണ്. തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീക്കി ഉയർച്ച ഉണ്ടാക്കിത്തരുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. കർണരോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് മൂത്ത സഹോദരൻ, മക്കൾ, മരുമകൾ ഇവർക്കൊക്കെ ഗുണാനുഭവങ്ങളും കാര്യലാഭവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകും. വിശേഷ ആഭരണങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. സഹായികൾ, സഹോദരൻ ഇവർക്കൊക്കെ ഉയർച്ച, പ്രത്യേകിച്ച് വിവാഹം, സന്താനലാഭം, ധനലാഭം ഇവയുണ്ടാകും. ഫലഭൂയിഷ്ഠമായ ഭൂമി ലഭിക്കുകയോ ഭൂമിയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയോ ചെയ്യും. പ്രവൃത്തികളിൽ അസാമാന്യ ധൈര്യം പ്രകടമാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയും വിജയവും ഉണ്ടാകുന്നതാണ്. മക്കളെ കൊണ്ടുള്ള ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകുന്നതാണ്. ബുദ്ധിക്ക് ഉണർവും തീഷ്ണതയും വർദ്ധിക്കും. മനസ്സുഖം ഉണ്ടാകുന്നതാണ്. പൂർവ്വ പുണ്യ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതുമാണ്. നഷ്ടം വന്ന പദാർത്ഥങ്ങൾ തിരികെ ലഭിക്കുവാനോ അവയെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളുടെ പുനഃസമാഗമം, വിവാഹാദി മംഗളകർമ്മങ്ങൾ, ഭോഗസുഖം ഇവയും അനുഭവത്തിൽ വരുന്നതാണ്. ശയനോപകരണങ്ങൾ വാങ്ങുകയോ ശയനമുറിയുടെ ക്രമീകരണങ്ങൾ നടത്തുകയോ ചെയ്യും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പറ്റിയ സമയം തന്നെയാണ് 2024 മെയ് മാസം 1 മുതൽ 2025 മെയ് മാസം 14 വരെയുള്ള ഒരു വർഷക്കാലം കർക്കിടകക്കൂറുകാർക്ക്. എന്നാൽ മൂലരോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ഗ്യാസ് ട്രബിള്, കുടൽ സംബന്ധമായ രോഗങ്ങൾ ഇവയുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചികിത്സ വേണം. ചില സന്ദർഭങ്ങളിൽ നിരാശയും നിർഭാഗ്യവും മനസ്സുഖമില്ലായ്മയും നിങ്ങളെ അലട്ടിയേക്കാം. ദോഷങ്ങൾക്ക് പരിഹാരമായി പക്കപ്പിറന്നാൾ തോറും ശിവന് ജലധാരയും ഭാഗ്യസുക്താർച്ചനയും നടത്തുക. നവഗ്രഹ ക്ഷേത്രത്തിലെ നവഗ്രഹ ശാന്തി പൂജയും നടത്തുക. ദോഷാധിക്യമുള്ള ആളുകൾ നിങ്ങളുടെ നാളും പേരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നിത്യേനയുള്ള പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.